ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്റർ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, പ്രൊസീജിയർ ഓഫ് അസസ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. നെക്സ്റ്റ് മൊഡ്യൂൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു GST ആണ്, അതായത് GST അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ ഓഫ് അസസ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, അപ്പോൾ ഈ അസസ്മെൻറ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. എന്താണ് അസസ്മെൻറ്റ്? ഈസ് ദി പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ടാക്സ് ലയബിലിറ്റി. ഓക്കെ, അതായത് പ്രീവിയസ് ഇയറിൽ എത്രത്തോളമാണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്നുള്ളതും, അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഇയറിൽ എത്രത്തോളമാണ് അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളതും കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസസ്മെൻറ്റിൻ്റെ പ്രോസസ്സാണ് ആദ്യം പറയുന്നത്. പിന്നെ ഫയലിംഗ് ഓഫ് റിട്ടേൺ, കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഉണ്ട്. അത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. The first stage in the process of assessment consists of filling the return of income tax. അതായത് അസസ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫയലിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം ടാക്സ്. അത് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഫസ്റ്റ് പ്രോസസ്സായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് കൺസേൺഡ് വിത്ത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഓഫ് ദി അസസി. അതായത് അതിൻ്റെ അസസ്മെൻറ്റിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം, അസസിയുടെ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കുക. ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം പ്ലസ് ചെയ്യണം. അതിൽ നിന്ന് സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാക്സബിൾ ഇൻകം കിട്ടും. അതാണ് എന്ത് പറയുന്നത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഓഫ് ദി അസസി. അതാണ് സെക്കൻഡ് സ്റ്റേജ് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജ്, ദ തേർഡ് സ്റ്റേജ് കൺസിസ്റ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് സം പേയബിൾ ബൈ ദി അസസി. അതായത് എത്രത്തോളമാണ് ആ അസസി ടാക്സ് അടയ്ക്കേണ്ടത് എന്ന് എന്ത് ചെയ്യുക? ഡിറ്റർമൈൻ ചെയ്യുക. അതാണ് ദ തേർഡ് സ്റ്റേജ് കൺസിസ്റ്റിംഗ് ഡിറ്റർമിനേഷൻ ഓഫ് സം പേയബിൾ ബൈ ദി അസസി. ഓക്കെ, പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ദി മേക്കിംഗ് ഓഫ് ദി അസസ്മെൻറ്റ് ഓർഡർ ആൻഡ് ഇഷ്യൂ നോട്ടീസ് ഓഫ് ഡിമാൻഡ് ബൈ സ്പെസിഫൈങ് സം പേയബിൾ ബൈ ദി അസസി. അതായത് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഒരു നോട്ടീസ് എന്ത് ചെയ്യുക? കൊടുക്കാതിരിക്കുക അസസിക്ക്. നിങ്ങൾ ഇത്രത്തോളം രൂപയാണ് ടാക്സ് അടയ്ക്കേണ്ടത്, നിങ്ങൾക്ക് ഇത്രത്തോളമാണ് ടോട്ടൽ ഇൻകം വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അസസിങ് ഓഫീസർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അസസിക്കൊരു ഓർഡർ ഇഷ്യൂ ചെയ്യുക. അതാണ് എന്ത് പറയുന്നത്? ദ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ദി മേക്കിംഗ് ദി അസസ്മെൻറ്റ് ഓർഡർ ആൻഡ് ഇഷ്യൂ നോട്ടീസ് ഓഫ് ഡിമാൻഡ് ബൈ സ്പെസിഫൈങ് ദി സം പേയബിൾ ബൈ ദി അസസി. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയർ ഇതിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല, എന്നാലും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി പ്രോസസ് ഓഫ് അസസ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഫയലിംഗ് ദി റിട്ടേൺ ഓഫ് ഇൻകം ടാക്സ്. ആദ്യം റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് കൺസേൺഡ് വിത്ത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഓഫ് ദി അസസി. അസസിയുടെ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. പിന്നെ തേർഡ് സ്റ്റേജ് ആണ്. ദ തേർഡ് സ്റ്റേജ് കൺസിസ്റ്റിംഗ് ഡിറ്റർമിനേഷൻ ഓഫ് സം പേയബിൾ ബൈ ദി അസസി. അതായത് എത്രത്തോളമാണ് അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാം. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഏത്? ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ദി മേക്കിംഗ് ഓഫ് ദി അസസ്മെൻറ്റ് ഓർഡർ ആൻഡ് ഇഷ്യൂ നോട്ടീസ് ഓഫ് ഡിമാൻഡ് ബൈ സ്പെസിഫൈങ് ദി സം പേയബിൾ ബൈ ദി അസസി. അതായത് അസസി ഇത്രത്തോളം രൂപയാണ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്, നിങ്ങൾക്ക് ഇത്രത്തോളം രൂപ ടോട്ടൽ ഇൻകം വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു ഓർഡർ നമ്മുടെ അസസിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ അസസിങ് ഓഫീസറോ എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മളിവിടെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫയലിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം. അപ്പോൾ അതെന്താണെന്നുള്ളതും അതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് ഫയൽസും ആണ്. ഫയലിംഗ് റിട്ടേൺ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് ദ അസസി ഡിസ്ക്ലോസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ഇൻകം ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ഈസ് കോൾഡ് റിട്ടേൺ. അതായത് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കുക? അതിൽ അസസി അദ്ദേഹത്തിൻ്റെ എങ്ങനെയൊക്കെയാണോ അദ്ദേഹത്തിന്, അതായത് ഏതൊക്കെ ഹെഡിൽ നിന്നാണോ അദ്ദേഹത്തിന് ഇൻകം വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ എക്സ്പെൻസ് വന്നിട്ടുള്ളത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഈസ് ഇൻകം ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയറിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മുഴുവൻ ഇൻകത്തിൻ്റെയും ഒരു ഡീറ്റെയിൽസ് അത് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് പ്രിസ്ക്രൈബ്ഡ് സ്പെസിഫിക് ഫോം ഓഫ് റിട്ടേൺസ്. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്തുണ്ടായിരിക്കും? ഒരു പ്രിസ്ക്രൈബ്ഡ് ആയുള്ളൊരു സ്പെസിഫൈ ആയുള്ളൊരു ഫോം ഉണ്ടായിരിക്കും. അല്ലാണ്ട് കണ്ട ഏതെങ്കിലും ഒരു പേപ്പറിലല്ല, മറിച്ച് അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്. ആ ഫോമിലായിരിക്കണം അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്.
അതല്ല അതിലല്ല എന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആകും. അതിൽ തന്നെ കൊടുക്കണം. ഒരു പ്രിസ്ക്രൈബ്ഡ് ഒരു സ്പെസിഫൈ ആയിട്ടുള്ള ഫോം ഉണ്ടായിരിക്കും. അതിൽ തന്നെയാണ് അവർ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അസസി. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ഇൻഡിവിജ്വൽസും ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൽ കൂടുതൽ ഇൻകം ഉള്ളവർക്കാണല്ലോ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ അവർ കമ്പൽസറി ആയിട്ടും ഈ ഒരു ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യണം. അതല്ലാത്തവർ വേണമെങ്കിൽ ചെയ്യാം, ചെയ്തില്ല എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷേ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൽ കൂടുതൽ ഇൻകം ഉള്ളവർക്ക് ടാക്സ് അടയ്ക്കണം. സോ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണുള്ളത്? ഇൻ വിച്ച് ദ അസസി ഡിസ്ക്ലോസ് ദ ഡീറ്റെയിൽസ് ഓഫ് his income during the previous year is called return. Okay, but the income tax department has prescribed a specific form for returns. Okay, അപ്പോൾ ഇനി അതിൽ കുറച്ച് ഡിഫറെൻറ്റ് റിട്ടേൺസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അതിൽ നമുക്ക് ഏകദേശം 6-7 തരത്തിലുള്ള 6 റിട്ടേൺസിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കണം കേട്ടോ. ചിലപ്പോൾ അത് ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് വോളണ്ടറി റിട്ടേൺസ്, സെക്ഷൻ 139. അപ്പോൾ അതിൽ പറയുന്നതാണ് എവറി പേഴ്സൺ ഈസ് ബൗണ്ട് ടു ഫേർണിഷ് വോളണ്ടറിലി എ റിട്ടേൺ ഓഫ് ഇൻകം ഇഫ് ഇൻകം എക്സീഡ്സ് ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. അതായത് എല്ലാ വ്യക്തിയും പ്രിസ്ക്രൈബ്ഡ് അദ്ദേഹത്തിന് തന്നെ സ്വമേധയാ തോന്നുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ടോട്ടലിങ് കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ അതിന്ന് സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ ലിസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നിയത് ഇത് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാളും കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാൻ ടാക്സ് അടയ്ക്കണമെന്ന് ആ ഒരു അസസിക്ക് തോന്നുകയാണ്. അപ്പോൾ ആ അസസി തന്നെ സ്വമേധയാ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? വോളണ്ടറി റിട്ടേൺ എന്ന് പറയുക. എവറി പേഴ്സൺ ഈസ് ബൗണ്ട് ടു ഫർണിഷ് വോളണ്ടറിലി എ റിട്ടേൺ ഓഫ് ഇൻകം ഇഫ് ഇൻകം എക്സീഡ്സ് ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഓക്കെ, the return must be furnished on or before the due date. Failure to do so may invite penalty by way of interest. അതായത് ഇതങ്ങനെ എപ്പോഴും അല്ല അങ്ങനെ ഒരു ഫയൽ റിട്ടേൺ ചെയ്യേണ്ടത്. അതിനൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കൃത്യമുള്ള ഡേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ആ ഡേറ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഡേറ്റിൻ്റെ മുന്നോ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെനാൽറ്റി ഫൈനൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് വോളണ്ടറി റിട്ടേൺ. എവറി പേഴ്സൺ ഈസ് ബൗണ്ട് ടു ഫേർണിഷ് വോളണ്ടറിലി എ റിട്ടേൺ ഓഫ് ഇൻകം ഇഫ് ഇൻകം എക്സീഡ്സ് ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. ഓക്കെ, ദ റിട്ടേൺ മസ്റ്റ് ബി ഫേർണിഷ്ഡ് ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. ഫെയിലിയർ ടു ഡു സോ മേ ഇൻവൈറ്റ് പെനാൽറ്റി ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി വോളണ്ടറി റിട്ടേൺ ആർക്കൊക്കെ ചെയ്യാം അതാണ് പറയുന്നത്. വോളണ്ടറി റിട്ടേൺ എല്ലാവർക്കും ചെയ്യാം. ഓക്കെ, റിട്ടേൺ ബൈ ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന് ചെയ്യാം. HUF ഹിന്ദു അൺഡിവൈഡ് ഫാമിലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ AOP എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, BOI എന്ന് പറയുമ്പോൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഓർ ആൻ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം? ഒരു റിട്ടേൺ വോളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്യും. അതായത് എനിക്ക് അസസി ആയി എനിക്ക് തോന്നുകയാണ് എനിക്ക് എന്തുണ്ട് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ട്, സോ ഞാൻ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു വോളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്യാണ്. എനിക്ക് ഇത്രത്തോളം ഇൻകം പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ റിട്ടേൺ ബൈ കമ്പനി ഓർ ഫേം, ഒരു കമ്പനിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫേമിന് ചെയ്യാം. പിന്നെ റിട്ടേൺ ഓൺ ബിഹാഫ് ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെയ്യാം. പിന്നെ റിട്ടേൺ ഓൺ ബിഹാഫ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ചെയ്യാം. അതുപോലെ തന്നെ റിട്ടേൺ ബൈ അതേഴ്സ് എന്ന് പറയുമ്പോൾ റിസർച്ച് അസോസിയേഷൻ, പിന്നെ ന്യൂസ് ഏജൻസി, വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി, ട്രേഡ് യൂണിയൻ, മ്യൂച്വൽ ഫണ്ട്, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം? വോളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ റിട്ടേണിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, വോളണ്ടറി റിട്ടേൺ. ഇനി രണ്ടാമത് പറയുന്ന ക്ലാസിഫിക്കേഷനാണ് ബിലേറ്റഡ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡേറ്റിൻ്റെ ഉള്ളിൽ ആ ഡേറ്റിൻ്റെ അന്നോ അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ ഒരു ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക, അതാണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് എ പേഴ്സൺ ഹാസ് നോട്ട് ഫർണിഷ്ഡ് എ റിട്ടേൺ വിത്തിൻ ദ ടൈം അലൗഡ് ടു ഹിം, he may furnish the return at any time before the end of the relevant assessment year or before the completion of assessment, whichever is earlier. Such return is called belated or delayed return. അതായത് ആ ഒരു അസസിക്ക് ഒരു സമയം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യാത്ത ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. പിന്നെ അവർ എപ്പോഴാണ് ഈ ഒരു റിട്ടേൺ ഫയൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ അസസ്മെൻറ്റ് ഇയർ, അതായത് മാർച്ച് 31, അതായത് ഇപ്പോഴത്തെ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ 2024-25 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2025
മാർച്ച് 31 നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്ത് ചെയ്യും, അവസാനിക്കും. അപ്പോൾ ആ ഒരു മാർച്ച് 31 മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അതിൻ്റെ അവസാനമോ അത് എന്നാണോ അവസാനിക്കുക, അപ്പോൾ ഇതിലേതാണോ ആദ്യം നടക്കുക ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ ഒരു റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, if a person has not furnished a return within the time allowed to him, he may furnish the return at any time before the end of the relevant assessment year. The end of the relevant assessment year, before the end of the relevant assessment year or before the completion of assessment. അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ആയിട്ടോ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റിട്ടേൺ പിന്നെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വിച്ച് എവർ ഈസ് ഏർലിയർ, ഇതിലേതാണോ ആദ്യം നടക്കുന്നത്. സച്ച് റിട്ടേൺ ഈസ് കോൾഡ് ബിലേറ്റഡ് റിട്ടേൺ ഓർ ഡിലേഡ് റിട്ടേൺ. അതായത് ഇപ്പോൾ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ കംപ്ലീറ്റ് ആവുക മാർച്ച് 31 ചിലപ്പോൾ അസസ്മെൻറ്റ് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന മാർച്ച് 10 അങ്ങനെ ആകുമ്പോൾ ഇതിൽ ആദ്യം നടക്കുന്നത് നമ്മുടെ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ്. സോ മാർച്ച് 10 മുന്നേ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ ഒരു റിട്ടേൺ ഇങ്ങനെ ലേറ്റ് ആയിട്ടുള്ള ആൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒന്നുക്കത് അതായത് ഒന്നുക്ക് ആ സമയപരിധിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ സമയം ലേറ്റ് ആയിട്ടോ, അതായത് വോളണ്ടറി ആയിട്ടോ അല്ലെങ്കിൽ ബിലേറ്റഡ് ആയിട്ടോ ഞാൻ എന്ത് ചെയ്തു, റിട്ടേൺ ഫയൽ ചെയ്തു. ഓക്കെ, പിന്നെ അത് റിട്ടേൺ ഫയൽ ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്ത് ഓർമ്മ വരുന്നത്, ഞാൻ അതിൽ തെറ്റായ ഇൻഫോർമേഷനാണ് കൊടുത്തിട്ടുള്ളത്, എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻകം, അല്ലെങ്കിൽ എനിക്ക് അവിടെ ലോസ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് അത്ര ഇൻകം കിട്ടിയില്ല, അങ്ങനെ ഞാൻ തെറ്റായ ഇൻഫോർമേഷനാണ് കൊടുത്തിട്ടുള്ളതെന്ന് എനിക്കപ്പോൾ ഒരു ഓർമ്മ വരികയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എന്ത് പറയുന്നത്, റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം. എനിക്ക് തന്നെ തോന്നി എന്ത്, ഞാൻ SSC ആണ്, ഞാൻ അവിടെ റിട്ടേൺ ഫയൽ ചെയ്തു, അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുകയാണ് അയ്യോ ഞാൻ തെറ്റായ ഇൻഫോർമേഷൻ ആണല്ലോ കൊടുത്തത് എന്നുള്ളത്, സ്വമേധയാ എനിക്ക് തോന്നുകയാണ് കേട്ടോ. ഓക്കെ, ഇഫ് എനി പേഴ്സൺ ഹാവിങ് ഫേർണിഷ്ഡ് എ റിട്ടേൺ വോളണ്ടറിലി ഓർ ബിലേറ്റഡ് റിട്ടേൺ, അതായത് അവിടെ എന്ത് ചെയ്തു, ഒരു SSC അല്ലെങ്കിൽ ഒരു പേഴ്സൺ റിട്ടേൺ ഫയൽ ചെയ്തു, അത് മേ ബി വോളണ്ടറിലി, അതായത് ആ ഒരു കൃത്യ ഡേറ്റിന് തന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ബിലേറ്റഡ് എന്ന് പറയുമ്പോൾ ലേറ്റ് ആയിട്ട് ആയിരിക്കാം എന്ത് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇൻ കേസ് എന്തായാലും ഡിസ്കവേഴ്സ് എനി ഒമിഷൻ ഓർ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ദർ, പക്ഷേ അവിടെ എന്തുണ്ടായിരുന്നു, ഒരു ഒമിഷനോ അല്ലെങ്കിൽ ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റോ അവരവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു SSC എന്ന നിലയിൽ, അതായത് ഞാൻ അവിടെ ഒരു തെറ്റായ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. He may furnish a revised return at any time before the end of the relevant assessment year or before the completion of the assessment, whichever is earlier. അപ്പോൾ എനിക്കത് റിവൈസ് ചെയ്യാം, ആ ഒരു റിട്ടേൺ അതിൽ എഡിറ്റിംഗ് വരുത്താനുള്ള സമയമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ബിഫോർ ദി എൻഡ് ഓഫ് ദി റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. ഒന്നുക റെലവൻ്റ് ആയുള്ള അസസ്മെൻറ്റ് ഇയർ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ആയിട്ടോ, ഇതിലേതാണോ ആദ്യം നടക്കുന്നത്, അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് എനി പേഴ്സൺ ഹാവിങ് ഫേർണിഷ്ഡ് എ റിട്ടേൺ വോളണ്ടറിലി or be later return discovers any omission or wrong statement there, he may furnish a revised return at any time before the end of the relevant assessment year or before the completion of assessment, whichever is earlier. Okay, അതാണ് റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം. ഇവിടെ ആക്ച്വലി അതായത് SSC തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അവിടെ ഞാനൊരു റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റിട്ടേൺ ഓൺ ലോസ്. റിട്ടേൺ ഓൺ ലോസ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് കേസ് പറയുന്നുണ്ട്. അതായത് ഇഫ് ആൻ SSC ഹാസ് സസ്റ്റെയിൻഡ് എ ലോസ് അണ്ടർ ദി ഹെഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ അണ്ടർ ക്യാപിറ്റൽ ഗെയിൻസ് ഓർ ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സസ് ആൻഡ് ഹി ക്ലെയിംസ് ടു ക്യാരി ഫോർവേഡ് ദി ലോസ്, ഹി വിൽ have to file a return of loss. Such return may be submitted on or before the due date specified. അതായത് നമ്മൾ ഈ പറഞ്ഞ കേസിൽ, അതായത് ബിസിനസ് ഓർ പ്രൊഫഷനിൽ എനിക്ക് എന്ത് സംഭവിച്ചു, എന്നൊക്കെ ലോസ് സംഭവിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിൽ എനിക്ക് ലോസ് സംഭവിച്ചു, ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സിൽ എനിക്ക് എന്ത് സംഭവിച്ചു, ലോസ് സംഭവിച്ചു. അപ്പോൾ ഇത്തരത്തിലൊക്കെ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വർഷം മാത്രമേ അത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ക്യാരി ഫോർവേഡ് ചെയ്ത് ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ വിചാരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ അത് എന്തിനാണ് കൊടുക്കുന്നത്, അടുത്ത വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് എനിക്കത് ലെസ് ചെയ്യാനുള്ളതല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കരുത് എന്നാണ് പറയുന്നത്. ഞാനത് റിട്ടേൺ ഫയൽ ചെയ്യണം, എന്നിട്ട് വേണം അടുത്ത വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് എനിക്കത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് റിട്ടേൺ ഓഫ് ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് കമ്പൽസറി റിട്ടേൺ. കമ്പൽസറി റിട്ടേൺ എന്ന് പറയുമ്പോൾ വെർ എനി പേഴ്സൺ ഈസ് ആക്സസിബിൾ ആൻഡ് ഹി ഹാസ് നോട്ട് ഫർണിഷ്ഡ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. The assessing officer may serve a notice on such a person requiring him to furnish the return. Such a return should be furnished within the time allowed in the notice. Such a return so submitted is called compulsory return. അതായത് ഒരു അസസിക്ക് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുതൽ എന്തുണ്ട്, ഇൻകം ഉണ്ട്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. അദ്ദേഹം ടാക്സ് ഒന്നും അടയ്ക്കാതെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ അസസിങ് ഓഫീസർക്ക് അറിയുന്നത് ഇയാൾക്ക് ഇത്രത്തോളം ഇൻകം ഉണ്ട്, അതുകൊണ്ട് ഇയാൾ നിർബന്ധമായിട്ടും ടാക്സ് അടയ്ക്കണം എന്നുള്ളത്. അപ്പോൾ ഇയാളാണെങ്കിൽ ടാക്സ് അടയ്ക്കുന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അസസിങ് ഓഫീസർ എന്ത് ചെയ്യും, ഇവർക്കൊരു നോട്ടീസ് അയക്കും. നിങ്ങൾ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഇത്രത്തോളം രൂപയാണ് ടാക്സ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അയക്കും. ഓക്കെ, ദ അസസിങ് ഓഫീസർ മേ സെർവ് എ നോട്ടീസ് ഓൺ സച്ച് പേഴ്സൺ റിക്വയറിംഗ് ഹിം ടു ഫർണിഷ് ദ റിട്ടേൺ. സച്ച് റിട്ടേൺ ഷുഡ് ബി ഫർണിഷ്ഡ് വിത്തിൻ ദ ടൈം അലൗഡ് ഇൻ ദി, അതായത് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞിട്ടില്ല, റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അയക്കും. എന്നിട്ട് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ അതെന്താ അടച്ചിട്ടുണ്ടായിരിക്കണം, റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. സച്ച് റിട്ടേൺ സോ സബ്മിറ്റഡ് ഈസ് കോൾഡ് കമ്പൽസറി റിട്ടേൺ. അപ്പോൾ അത്തരത്തിലുള്ള റിട്ടേണെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പൽസറി റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡിഫക്റ്റീവ് റിട്ടേൺ ഓഫ് ഇൻകം. ഡിഫക്റ്റീവ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകത്തിൽ നമുക്ക് തന്നെ അതിൽ നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിലെന്തോ റോങ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നെ തോന്നിയിട്ട് നമ്മളത് റിവൈസ് ചെയ്തിട്ട് ആ ഒരു കൃത്യ ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ അതെന്ത് ചെയ്യും, റിട്ടേൺ ഫയൽ ചെയ്യും. അതാണ് ഇത് റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം. നമ്മൾ തന്നെയാണ്, അതായത് ആ അസസി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡിഫക്റ്റീവ് റിട്ടേൺ ഓഫ് ഇൻകത്തിൽ അസസിങ് ഓഫീസർ പറയാണ് നിങ്ങൾ തന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഇതിൽ എന്തൊക്കെയോ ചില മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് അസസിങ് ഓഫീസർ പറയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് എന്ത് പറയുന്നത്, ഡിഫക്റ്റീവ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, വെർ ദി അസസിങ് ഓഫീസർ കൺസിഡർ ദാറ്റ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഫർണിഷ്ഡ് ബൈ ദി അസസി ഈസ് ഡിഫക്റ്റീവ്, he may intimate the defect to the assessee and give him an opportunity to rectify the defect within a period of 15 days from the date of such intimation. അതായത് അങ്ങനെ അസസിങ് ഓഫീസർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, നിങ്ങൾ തന്നിട്ടുള്ളത് തെറ്റായ ഇൻഫോർമേഷനാണെന്ന് പറഞ്ഞിട്ട് അവർ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരും. എന്തിനു വേണ്ടിയിട്ട്, അത് ആ ഒരു തെറ്റ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്നിട്ട് അവർ പറഞ്ഞൊരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് റെക്ടിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് ദ ഡിഫക്റ്റ് ഈസ് നോട്ട് റെക്ടിഫൈഡ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് ദെൻ ദ റിട്ടേൺ ഷാൾ ബി ട്രീറ്റഡ് ആസ് ഇൻവാലിഡ്. അപ്പോൾ അങ്ങനെ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് പിന്നെയും റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ, ആ ഒരു ഡിഫക്റ്റ് തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു റിട്ടേൺ ഇൻവാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, however the assessee rectifies the defect after the expiry of the stipulated period but before the assessment is made. The assessing officer may condone the delay and treated the return as valid return. ഓക്കെ, അത് അത്ര സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് റെക്ടിഫൈ ചെയ്യുകയാണെങ്കിൽ അത് വാലിഡ് റിട്ടേൺ ആയിട്ട് കൺസിഡർ ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒരു ഇൻവാലിഡ് റിട്ടേൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു അസസ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ പഠിച്ച് വെക്കുക. അതുപോലെ തന്നെ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഡിഫറെൻറ്റ് റിട്ടേൺസും പഠിക്കുക. വോളണ്ടറി റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വമേധയാ നമ്മൾ ചെയ്യുന്നത്, അതാണ് എന്ത് പറയുന്നത്, വോളണ്ടറി റിട്ടേൺ. അത് ആർക്കൊക്കെ ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. ഇൻഡിവിജ്വൽ, HUF, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, കമ്പനി, ഫേം, ചാരിറ്റബിൾ ട്രസ്റ്റ്, റിസർച്ച് അസോസിയേഷൻ, അങ്ങനെ പലർക്കും എന്ത് ചെയ്യാം, വോളണ്ടറി റിട്ടേൺ ചെയ്യാം. പിന്നെ ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ ഡേറ്റ് കഴിഞ്ഞിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക, അതാണ് ബിലേറ്റഡ് റിട്ടേൺ. റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റുകളുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നിയിട്ട് അത് നമുക്ക് തന്നെ റിവൈസ് ചെയ്യാം. ഓക്കെ, അതാണ് ഒരു ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ. പിന്നെ റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറയുമ്പോൾ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മുടെ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതാണ് റിട്ടേൺ ഓഫ് ലോസ്. പിന്നെ കമ്പൽസറി റിട്ടേൺ എന്ന് പറയുമ്പോൾ അസസിങ് ഓഫീസർ ഇങ്ങനെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാൾക്ക് എന്താ ഒരു നോട്ടീസ് അയക്കുകയാണ്, നിങ്ങൾ ഇത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുമ്പോൾ അസസിങ് ഓഫീസർ ഇങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾ തന്ന ഈ ഒരു റിട്ടേണിൽ മിസ്റ്റേക്കുകളുണ്ട്, അപ്പോൾ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത് റെക്ടിഫൈ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് അവരൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരികയാണ്. അതാണ് എന്ത് പറയുന്നത്, ഡിഫക്റ്റീവ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.